ജഗനെയും നീലിമയെയും ഒന്നിച്ചു കണ്ട അജയ് അടുത്തതായി വിവരമറിയിച്ചത് നീലിമയുടെ മാതാപിതാക്കളെയാണ്. ഒന്നിനു പകരം രണ്ടും കൂട്ടിപ്പറഞ്ഞ് സകല കുറ്റങ്ങളും നീലിമയുടെ മേൽ കെട്ടിവെക്കുകയായിരുന്നു അവൻ. അതുകൊണ്ട് ബന്ധുക്കളുടെ ഫോണിൽ വിളിച്ചു കാര്യം അന്വേഷിച്ചു. അതോടെ കടുത്ത കോപാഗ്നിയോടെ മാതാപിതാക്കൾ നീലിമയെ തേടി അവിടെ എത്തിച്ചേർന്നത്. കോളേജിൽ തനിക്കേറെ അടുത്ത സുഹൃത്താണെന്ന് പറഞ്ഞ് അവൾ പരിചയപ്പെടുത്തിയിരുന്നത് രജനിയെ ആയിരുന്നു. എന്നാൽ സ്വന്തം മാതാപിതാക്കളുടെ സ്നേഹമോ തണലോ ഇല്ലാതെ വളർന്നവളെ ഒറ്റ കാരണത്താൽ രജനിയോട് അവർക്കൊട്ടും മതിപ്പില്ലായിരുന്നു. മറിച്ച് കേവലം കടമക്ക് എന്നോണം നോക്കിക്കൊണ്ട് സംസാരിക്കുന്നൊരു രീതിയായിരുന്നു അവരുടേത്. തൻ്റെ മകളുടെ ജീവിതം ഇത്രയും പാഴായിപ്പോയതിന് കാരണക്കാരി അവളായിരിക്കുമോ എന്നൊരു ചിന്ത ആ അമ്മയുടെ ഉള്ളിൽ പുകഞ്ഞു. അകത്തേക്ക് കടന്നു വന്ന മാതാപിതാക്കൾ അവിടെ നിന്നിരുന്ന രണ്ടുപേരെയും പാളി നോക്കിക്കൊണ്ട് രൂക്ഷമായിക്കൊണ്ട് പറഞ്ഞു: "നിന്റെയൊക്കെ മനസ്സ് എന്താടി ഇത്രത്തോളം തരം താന്നത്? ഒരു പെണ്ണിന് അലങ്കാരം അവളുടെ ഭർത്താവ് കൂടെയിരിക്കുന്നത് മാത്രമാ. ഇങ്ങനെ തനിയെ വന്ന് അപരിചിതരുടെ കൂടെ പിരിഞ്ഞു നിൽക്കാൻ നാണമില്ലേടി നിനക്ക്? നാട്ടിലുള്ളവർ എന്തു പറയും, ബന്ധുക്കൾ എന്തു കരുതും? എടുത്തു ചാടി ഈ തീരുമാനം കൊണ്ട് നീ എവിടെയാണ് ചെന്നു നിൽക്കുന്നതെന്ന് ആദ്യം നടന്നതെല്ലാം മറന്ന് അജുവിനോട് മാപ്പ് പറഞ്ഞ് അവൻ്റെ ഒപ്പം ജീവിക്കാൻ നോക്ക് നീ." അത് കേട്ട് അവൾക്ക് അപമാനത്തിൽ മനസ്സ് വിതുമ്പിപ്പോയി. "നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി മാത്രം എനിക്ക് അവനൊപ്പം ജീവിക്കാൻ കഴിയില്ല. എൻ്റെ മാനവും കളഞ്ഞൊരു ജീവിതത്തിന് പകരം ഞാൻ മരിക്കുന്നതാ ഭേദം." "പക്ഷേ ഞാൻ എന്തിന് മരിക്കണം? ഞാൻ എന്താ തെറ്റ് ചെയ്തത്?" "തെറ്റു ചെയ്തത് മുഴുവൻ അവനല്ലേ?" അവൾ ഉറക്കെ അമ്മയോട് പറഞ്ഞു. "എന്ത് തേങ്ങയാടി നീ പറയുന്നേ? നാടും വീടും ബന്ധവുമൊക്കെ." അവർ പരിഹാസത്തോടെ ഉറക്കെ ചിരിച്ച് അവളോട് ചോദിച്ചു. "എത്ര കാലം നീ ഇങ്ങനെ വാശി പിടിച്ച് ജീവിക്കും നീലിമ? ഇനി എത്ര വർഷങ്ങൾ കഴിഞ്ഞാലും പെണ്ണുങ്ങൾ ആണുങ്ങൾക്ക് കീഴ്പ്പെട്ടേ കഴിയാവൂ. അവർക്ക് അടിമയായിട്ടേ ജീവിക്കാനും പാടുള്ളൂ" എന്ന് അവർ വീണ്ടും അധികാരത്തോടെയും അഹങ്കാരത്തോടെയും ആവർത്തിച്ചുകൊണ്ട് പറഞ്ഞു. അത് കേട്ടവൾ പിതാവിൻ്റെ മുഖത്തേക്ക് നോക്കി. ഞെട്ടലും നിരാശയും അണപൊട്ടിവെക്കുന്ന ഒരു നോട്ടമായിരുന്നു അത്. "നീ എന്തിനാടി എന്നെ ഇങ്ങനെ നോക്കുന്നത്? നിന്നെപ്പോലെ വീരവാദം മുഴക്കിയ പലരുടെയും അവസ്ഥ അവസാനം ഈ സമൂഹത്തിൽ ആരുമില്ലാതെ അടിയുറച്ച് നിസ്സാവസ്ഥയിലാണ് അവസാനിക്കുന്നത്. വായാനും കഴിയാതെ ചാകാനും കഴിയാതെ ദിവസവും പതുക്കെ മരിച്ചു കൊണ്ടിരിക്കുന്നവർ. നിനക്ക് ആ ഗതികേട് വരരുതെന്ന് കരുതിയ ഞങ്ങൾ നിന്നെ ഉപദേശിക്കാൻ ഇങ്ങോട്ട് വന്നത് തന്നെ." "ആഹാ നീലു, അച്ഛൻ പറയുന്നത് അത്രയും സത്യമാണ്. ബുദ്ധിയുള്ളവർ എങ്ങനെയെങ്കിലും രക്ഷപ്പെടും എന്ന് വെറുതെയല്ലല്ലോ പറഞ്ഞിരിക്കുന്നത്. ഈ പ്രതിസന്ധി ഘട്ടത്തിൽ അല്പം ബുദ്ധി ഉപയോഗിക്ക് നീ. നീ ഒന്ന് ചിന്തിച്ചു നോക്ക് നീലു. അപ്പോൾ ആണുങ്ങൾ എന്ത് ചെയ്താലും പെണ്ണായ നമ്മൾ എല്ലാം സഹിച്ചേ തീരൂ, അല്ലേ?" "ശരിയമ്മേ. അച്ഛൻ വേറൊരുത്തിയെ കൂട്ടി വന്ന് നിങ്ങളെ ചതിച്ചാൽ നിങ്ങൾ അതെല്ലാം നിശബ്ദമായി അനുഭവിച്ചു കഴിയൂ." "നീലു, സൂക്ഷിച്ച് സംസാരിക്കണം നീ" എന്ന് വിരൽ ചൂണ്ടി താക്കീത് ചെയ്തു അമ്മ. "ഒരിക്കലുമില്ല. നിങ്ങൾക്ക് അങ്ങനെയൊരു ജീവിതം സ്വപ്നം കാണാൻ പോലും കഴിയുന്നുണ്ടോ അമ്മ? എങ്കിൽ പിന്നെ ഞാൻ മാത്രം എന്തിനാ അത്തരമൊരു നരകത്തിൽ ജീവിക്കുന്നത്? നിങ്ങൾ നിർബന്ധിക്കുന്നത് എന്തിനാ എന്നെ? ഇതിൽ എന്ത് നീതിയാ ഉള്ളത്?" എന്ന് ചോദിച്ചുകൊണ്ട് ആ പെൺകുട്ടിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ജഗൻ, രജനി എന്നിവരെല്ലാം നിസ്സാരായി എല്ലാം നോക്കി നിന്നു. അതെ, അവർക്കറിയാമെങ്കിലും ഇന്ന് ആ പ്രശ്നത്തിൻ്റെ ആഴം എത്രയാണ് അവളുടെ സംസാരത്തിലൂടെ ജഗന് വ്യക്തമായതാണ്. ഇതിൽ പിന്നെ എന്ത് സംശയമാ വേണ്ടത്? നീ ഇന്ന് ശരിയായി പെരുമാറിയില്ലെങ്കിൽ ആ ഭർത്താവ് എന്തിനാ മറ്റൊരാളെ തേടി പോകേണ്ട അവസ്ഥ വന്നത്? ആണിൻ്റെ മനസ്സ് അല്പം പതറുന്നത് സ്വാഭാവികമാണ്. നീയാണ് നിന്റെ ഭർത്താവിനെ ചേർത്ത് പിടിച്ച് സൂക്ഷിക്കേണ്ടിയിരുന്നത്. അതൊക്കെ വിട്ട് കോപത്തിൻ്റെ പുറത്ത് എടുത്ത ഈ തീരുമാനം നിന്റെ ജീവിതത്തെ തെരുവിലിറക്കുകയുള്ളൂ. നിന്നോട് ചേർന്ന് നിൽക്കുന്ന അരുണിൻ്റെ ജീവിതം ഇതിലൂടെ തകരുകയാണ്. നിനക്ക് വേണ്ടിയില്ലെങ്കിലും അരുണിൻ്റെ ഭാവി ഓർത്തെങ്കിലും നിന്റെ ജീവിതം എങ്ങനെയെങ്കിലും നിലനിർത്താൻ നോക്ക് നീ." അത് ഉറക്കെ പറഞ്ഞുകൊണ്ടവർ ചിരിച്ചുകൊണ്ട് ചോദിച്ചു. "ഇത് എൻ്റെ മാത്രം നല്ലതിന് വേണ്ടിയാണോ? തനിക്ക് കുടുംബവും കുട്ടികളും ഒക്കെയുണ്ട്. എൻ്റെ മനസ്സ് തകർന്നടിയരുത് എന്ന് ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഇതുവരെ? ഞാൻ മാത്രം എൻ്റെ വികാരങ്ങളെയും ആവശ്യങ്ങളെയും വ്യക്തിപരമായ ആഗ്രഹങ്ങളെയും ഇല്ലാതാക്കി വെറുമൊരു മരപ്പാവ പോലെ ഇവൻ്റെ കൂടെ ജീവിക്കണമെന്നാണോ? ഈ സമൂഹം പെൺകുട്ടികളുടെ മേൽ മാത്രം എല്ലാ ഭാരങ്ങളും അടിച്ചേൽപ്പിക്കുന്നു. നീ പെണ്ണാണ്, അതുകൊണ്ടെല്ലാം സഹിച്ചു കൊള്ളുക. അവൻ എത്രമാത്രം മോശക്കാരനായാലും പുറത്തു പോകാവൂ. അവൻ നിന്നെ അപമാനിച്ചാലും ക്ഷമിക്കണം നീ. സന്തോഷം തൊട്ടു തീണ്ടില്ലാത്ത ദിവസം ഉരുകിത്തീർന്നാലും സാരമില്ല.
സഹിക്ക്. പോടി, ഇനി ഒരിക്കലും പൊറുക്കാനും സഹിക്കാനും ഒന്നിനും ഞാൻ തയ്യാറല്ല, അവൾ രജനിയോടായി പറഞ്ഞു. കണ്ണിൽ നിന്ന് കുതിർന്നതായിരുന്നു അവളുടെ ആ വാക്കുകൾ. നീലിമ, നീ എന്തു തന്നെ വികാരഭീതിയായി സംസാരിച്ചാലും ഒരു പെണ്ണെന്ന യാഥാർത്ഥ്യം മറന്നു പോകരുത് നീ. ഇപ്പോഴേ ഞങ്ങളുടെ കൂടെ പോരെ. ആ അജുവിനോട് ഞങ്ങൾ സംസാരിച്ചു കൊള്ളാം. എല്ലാം മറന്ന് അരുണിനു വേണ്ടി മാത്രം ജീവിക്കാൻ നോക്ക് നീ. എന്ന പെൺകുട്ടി യഥാർത്ഥ അവസ്ഥ മനസ്സിലാക്കാതെ അവർ വീണ്ടും പഴയ പല്ലവി തന്നെ പാടുന്നു. ഞാൻ മറക്കാം, സകലതും ഞാൻ മറന്നു കളയാം എന്ന് പറഞ്ഞുകൊണ്ട് തലയുയർത്തി പിടിച്ച് അവൾ പറഞ്ഞു. ഇന്നു മുതൽ എനിക്ക് മാതാപിതാക്കളെന്ന് ബന്ധമില്ലെന്ന സത്യം ഞാനും മറക്കുന്നു. ആണിൻ്റെ എല്ലാ തെറ്റുകളെയും ന്യായീകരിച്ച് സംസാരിക്കുന്ന ഈ ബന്ധങ്ങളെയും ഞാനിതാ എന്നേക്കുമായി ഉപേക്ഷിക്കുന്നു. അവൾ പറഞ്ഞു തീരും മുമ്പ് ശശി കോപത്തോടെ കണ്ണുകൾ ചുവപ്പിച്ച് അവളെ നോക്കി. അതേസമയം കൈകൾ ഒന്നിച്ച് തട്ടിക്കൊണ്ട് അജയ് അവിടേക്ക് കടന്നു വന്നു. അവനെ കണ്ടപാടെ നീലിമ ശരീരമാകെ തീ കോരിയിട്ടതുപോലെ നീറിപ്പുകഞ്ഞു. അവന് മുൻപിൽ നിൽക്കരുതെന്ന് കരുതി അവൾ ഇത്രയും നാളും ഒതുങ്ങിക്കഴിഞ്ഞിരുന്നത്. കണ്ണുനീർ പോലും ഭയന്നു നിന്നു പോയി. എങ്കിലും തന്നാലാവുന്നത്ര ധൈര്യം അവൾ മുഖത്തേക്ക് വരുത്തി. പെറ്റമ്മയെന്നാണോ നാടെന്നോ ബന്ധുക്കളെന്നോ ഒട്ടുമില്ലാതെ ഇതാ ഇവിടെയും തലയുർത്തി നിൽക്കുന്ന ഇവൻ്റെ കൂടെ നിനക്ക് എന്താടി ജോലി എന്ന് ചോദിച്ചുകൊണ്ട് അവൾക്ക് നേരെ കൈ ചൂണ്ടി അജയുടെ സംസാരം കേട്ട് ഇതുവരെയും ശാന്തനായിരുന്ന ജഗൻ തൻ്റെ കൈകൾ അമർത്തി മുറുക്കി പിടിച്ചുപോയി. അജയൻ എന്തോ പറയാൻ വന്നതും ജഗൻ അവൻ്റെ മുന്നിലേക്ക് വന്നു നിന്നു. നീ എന്താ പറഞ്ഞു വന്നത്? അവൻ്റെ രൂപവും ഭാവവും കണ്ടപ്പോൾ അജയനൊന്ന് പേടിച്ചു പോയി. എന്നാൽ ശരി, നീ ചെയ്തതൊക്കെ ഞാൻ ക്ഷമിച്ചെന്ന് കരുതാം. ഇനി വാ, നമ്മുടെ വീട്ടിലേക്ക് പോകാം. സ്വന്തം തെറ്റുകളെ ഭാരമൊന്നും മനസ്സിൽ തട്ടാതെ ഒരാളുടെ നിസ്സംഗതയോടെ അജയൻ അത്രയും പറഞ്ഞപ്പോൾ നീലിമയുടെ ഉള്ളിൽ ഇത്രയും നാളായി അടിഞ്ഞുകൂടിയ അപമാനവും വേദനയും ക്രോധവും ഒന്നാകെ അഗ്നിപർവ്വതം പോലെ പൊട്ടിത്തെറിക്കാൻ വെമ്പി നിന്നു. വെറുപ്പിൻ്റെ മൂർച്ച നിറഞ്ഞ നോട്ടത്തോടെ അവൾ അവനെ തുറിച്ചു നോക്കി. കണ്ടോ നീലിമേ, നിന്റെ ഭർത്താവിൻ്റെ വലിയ മനസ്സ്. നീ ചെയ്തതെല്ലാം മറന്ന് നിന്നെ ക്ഷമിച്ച് നിന്നെ തിരികെ കൂട്ടിക്കൊണ്ടുപോകാൻ അവൻ തന്നെ ഇങ്ങോട്ട് വന്നിരിക്കുന്നു. ഇങ്ങനെയൊരു നല്ല മനുഷ്യനെ ഇനിയും വേദനിപ്പിക്കാനാണോ നിന്റെ തീരുമാനം? അമ്മയുടെ ഓരോ വാക്കും അജയനെ ന്യായീകരിക്കുന്ന വാളുകളായി അവളുടെ നെഞ്ചിലേക്ക് തറഞ്ഞിറങ്ങി. നീലിമയുടെ ചുണ്ടിൽ പരിഹാസം കലർന്നൊരു പുഞ്ചിരി വിരിഞ്ഞു. അയ്യോ, ഈ മഹാമനസ്കൻ്റെ വലിയ മനസ്സോർത്തപ്പോൾ എൻ്റെ ശരീരം മുഴുവൻ വിറക്കുന്നുണ്ട്. പരിഹാസം നിറഞ്ഞ വാക്കുകൾ വായുവിൽ മുഴങ്ങിയതും അവൾ പതിയെ അജയൻ്റെ നേർക്ക് തിരിഞ്ഞു. എന്നെ നമ്മുടെ വീട്ടിലേക്ക് വിളിക്കുകയാണല്ലേ? ഏത് വീട്ടിലേക്ക്? അവിടെ നിനക്കായി മറ്റൊരു സ്ഥാനം പിടിച്ചു കഴിഞ്ഞിട്ടുണ്ടല്ലോ. ഇനി എനിക്കവിടെ എന്ത് സ്ഥാനമാണ് ബാക്കിയുള്ളത്? നീലിമ. അജയൻ്റെ ശബ്ദം നിയന്ത്രണം വിട്ട് ഗർജനം പോലെ ഉയർന്നു. അവളൊട്ടും പതറാതെ അവൻ്റെ കണ്ണുകളിലേക്ക് തന്നെ നോക്കി നിന്നു. എന്തിനാ ഇങ്ങനെ കിടന്ന് നീ അലറുന്നേ? നിന്റെ ശബ്ദം കേട്ട് ഞാൻ പേടിച്ച് നിന്റെ പിന്നാലെ ഓടി വരുമെന്ന് ഇപ്പോഴും കരുതുന്നുണ്ടോ നീ? നീ അറിയുന്ന ആ പഴയ നീലിമ, നിന്റെ ഓരോ അതിക്രമം മിണ്ടാതെ സഹിച്ചിരുന്ന ആ പെൺകുട്ടി, അവൾ പണ്ടേ മരിച്ചുപോയി. ഒരു നിമിഷം ശ്വാസമെടുത്ത ശേഷം അവൾ ഓരോ വാക്കും കടിച്ചുകൊണ്ട് പറഞ്ഞു. ഇപ്പോൾ നിന്റെ മുന്നിൽ നിൽക്കുന്നത് സ്വന്തം വില തിരിച്ചറിഞ്ഞ സ്ത്രീയാ. അതുകൊണ്ട് മര്യാദയ്ക്ക് ഈ പടിയിറങ്ങി പുറത്തേക്ക് പോവും. അല്ലെങ്കിൽ നിന്നെ വീട്ടിൽ നിന്ന് ഇറക്കിവിടാൻ എനിക്കറിയാം. ആ നിമിഷം അവളുടെ മുഖത്ത് കത്തിയിരിക്കുന്നത് ഭയമല്ല, വർഷങ്ങളായി ഉള്ളിൽ അടക്കി വെച്ച അപമാനങ്ങളുടെ തീജ്വാലയാണ്. കണ്ണുകളിൽ ജ്വലിച്ച ആ തീഷ്ണത കണ്ടപ്പോൾ അജയനറിയാതെ ഒരടി പിന്നിലേക്ക് പതറിപ്പോയി. ഒരു നിമിഷത്തേക്ക് അവൻ വിശ്വസിക്കാനായില്ല. ഇതുവരെ താൻ എന്തൊക്കെ ചെയ്താലും തിരിച്ചൊരക്ഷരം പോലും പറയാതെ എല്ലാം ഉള്ളിലൊതുക്കിയവളായിരുന്നു നീലിമ. തൻ്റെ കയ്യിൽ നിന്ന് ഏൽക്കുന്ന ഓരോ അടിയും വിധിയാണെന്ന് കരുതി നിശബ്ദത മാത്രമായി സഹിച്ചവൾ. രാവിലെ കണ്ണു തുറക്കുന്നത് മുതൽ രാത്രി ഉറങ്ങുന്നത് വരെ സ്വന്തം ജീവിതം പോലും മറന്ന് തനിക്ക് വേണ്ടി മാത്രം ജീവിച്ചവൾ. താൻ കഴിച്ച ശേഷമുള്ള ബാക്കി ചോറ് പോലും പരാതിയില്ലാതെ കഴിച്ച് വിശപ്പടക്കുകയും ഒരു ചെറു പുഞ്ചിരിക്ക് വേണ്ടി സ്വന്തം കണ്ണീർ പോലും ഒളിപ്പിക്കുകയും ചെയ്തവൾ. അവളാണോ ഇന്ന് തൻ്റെ കണ്ണിൽ നോക്കി ഇത്രയും ഉറച്ച ശബ്ദത്തിൽ സംസാരിക്കുന്നത്? ഈ ധൈര്യം ഇവൾക്ക് എവിടുന്നാ കിട്ടിയത്? ആ ചോദ്യം അവൻ്റെ മനസ്സിൽ വീണ്ടും വീണ്ടും മുഴങ്ങി. എന്നാൽ അതിലും വലിയൊരു ചിന്ത അവൻ്റെ ഉള്ളിൽ വിഷം പോലെ പടരുകയായിരുന്നു. ഇല്ല, ഒരിക്കലുമില്ല. നീലിമ എന്നെന്നും തൻ്റെ നിയന്ത്രണത്തിനുള്ളിൽ മാത്രം ജീവിക്കേണ്ടവളാണ്. അവൾക്ക് സ്വന്തമായി തീരുമാനങ്ങൾ എടുക്കാനും തൻ്റെ മുന്നിൽ തല ഉയർത്തി നിൽക്കാനും അവകാശമില്ല. തുടക്കത്തിൽ അല്പം സ്വാതന്ത്ര്യം അനുവദിച്ചതായിരുന്നു താൻ ചെയ്ത ഏറ്റവും വലിയ അബദ്ധം. ആ തെറ്റ് ഇനി ഒരിക്കലും ആവർത്തിക്കില്ല. എന്ത് വില കൊടുത്തും എന്ത് ചെയ്തും അവളെ ഇവിടെ നിന്ന് കൂട്ടിക്കൊണ്ടു പോകണം. ആ തീരുമാനം മനസ്സിൽ ഉറപ്പിച്ചതോടെ
അജയൻ്റെ കണ്ണുകൾ വീണ്ടും പഴയ ക്രൂരത തിരികെയെത്തി. അടുത്ത നിമിഷം അവൻ മുന്നോട്ടാഞ്ഞ് നീലിമയുടെ കൈത്തണ്ടിൽ ഇരുമ്പ് പിടി പോലെ വിരലുകൾ മുറുകെ പിടിച്ചു.